ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ബിജെപി സംഘം രാഷ്ട്രപതിയെ കണ്ടു. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളിൽ പൊറുതിമുട്ടിയ സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവുമായാണ് ബിജെപി നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ടിരിക്കുന്നത്. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമസമാധാന തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംഘം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടും രാഷ്ട്രപതിക്ക് കൈമാറി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിലാണ് സംഘം രാഷ്ട്രപതിയെ സന്ദർശിച്ചത്. അതേസമയം കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് ബിജെപി സംഘം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കണ്ടത്. ഭരണഘടനാപരമായി രാഷ്ട്രപതിയുടെ ഏത് വിധത്തിലുമുള്ള ഇടപെടലാണ് സാധ്യമാക്കുക എന്ന് വ്യക്തമല്ല. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് നേതാക്കൾ വിശദീകരിച്ചത്. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നുവെന്നും രാഷ്ട്രപതിയുടെ ഉചിതമായ ഇടപെടൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള വ്യക്തമാക്കി. യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ നേതൃസംഘം രാഷ്ട്രപതിയോട് വിശദീകരിച്ചു. ശബരിമലയിലെ സ്ഥിതിഗതികൾ പഠിക്കാൻ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറിയിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ ഈ മാസം 22-ന് സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാടിന് ശേഷം ഓർഡിനൻസ് അടക്കമുള്ള കാര്യങ്ങൾ നിലപാടെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കേരളത്തിലെ സർക്കാർ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന അവകാശങ്ങളൊന്നും തന്നെ നൽകാതെ സ്റ്റാലിനിസ്റ്റ് രീതിയിൽ അടിച്ചമർത്തുകയാണെന്ന കാര്യം രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ സ്ഥിതിഗതികൾ പഠിക്കാൻ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടും രാഷ്ട്രപതിക്ക് കൈമാറിയിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ലോക്സഭയിൽ ബിജെപി അംഗം നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടതിന് വിപരീതമായി രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യമേ ഉന്നയിച്ചിട്ടില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഈ മാസം 22-ന് സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാടിന് ശേഷം ഓർഡിനൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ നിലപാടെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.